ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ട്രെയിൻ കയറാനൊരു പൂതി. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുട്ടികളെയും കൂട്ടി ഇറങ്ങിയതാണ് ഗൈസ്. മെയിൻലി നമുക്ക് ട്രെയിൻ കയറുകയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ നേരെ പോയത് നിലമ്പൂരിലേക്കാണ്. നമ്മൾ എവിടേക്ക് പോണേ? തീവണ്ടിക്ക് പോവാ. ഇതാ നമ്മൾ ഈ ഒരു കക്ഷിക്കായിരുന്നു ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ. ഇവളെ പൂതി പ്രകാരമാണ് നമ്മൾ ട്രെയിനിൽ പോകാൻ തീരുമാനിച്ചത്. ഞങ്ങൾ രാവിലെ ഒരു 9 മണിക്കുള്ള ട്രെയിനിനാണ് ഇറങ്ങിയത്. നിലമ്പൂർക്കാണ് പോകുന്നത്. സെറാബി ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്നതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റും അതിൻ്റേതായിട്ടുള്ള ഹാപ്പിനെസ്സും ആളെ മുഖത്ത് നല്ല ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം മുതൽ അവസാനം വരെയും അവൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മളെ ഡെസ്റ്റിനേഷൻ സ്പോട്ടാണെങ്കിലും കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയാസൊക്കെ നോക്കിയിട്ടായിരുന്നു നമ്മൾ ഓരോ സ്പോട്ടും സെലക്ട് ചെയ്തിരുന്നത്. അങ്ങനെ നമ്മൾ ഫൈനലി ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ട്രെയിനിൽ കയറിയ പൊലിവാണ് ആളത് കാണുന്നത്. വലിയ മാമനാണെങ്കിൽ അവളെ ഫുൾ സപ്പോർട്ടീവായിട്ട് എല്ലായിടത്തേക്കും കൊണ്ടുപോയിട്ടുണ്ട്. മുകളിലാണെങ്കിലും മടിയിലാണെങ്കിലും ഇരുത്താനും കാര്യങ്ങൾക്കൊക്കെ അവളെ ഫുൾ ആക്റ്റീവാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അറ്റ് ലാസ്റ്റ് നമ്മളെ ട്രെയിന് സ്പോട്ടിലെത്തിയിട്ടുണ്ട്. എവിടെ? നിലമ്പൂർ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ ബേബിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രെയിൻ ഇറങ്ങിയപ്പോൾ നിലമ്പൂർ വൻ തിരക്കായിരുന്നു ഗൈസ്. നമ്മൾ തിരക്കൊഴിഞ്ഞ് പോകാമെന്ന് വിചാരിച്ചാൽ ഇവിടുന്ന് പോക്ക് നടക്കില്ല. അതുകൊണ്ട് ഞങ്ങളും തിരക്കിലൂടെ കയറാൻ നോക്കി. അങ്ങനെ നമ്മൾ നേരെ പോയത് നിലമ്പൂർ മ്യൂസിയത്തിലേക്കാണ്. അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളും കണ്ട് നമ്മൾ പതുക്കെ മ്യൂസിയത്തിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ പഴയ തേക്കുകളും പിന്നെ ഏറ്റവും വലിപ്പം കൂടിയ തേക്ക്, ഏറ്റവും തടി കൂടിയ തേക്ക്, അങ്ങനെ തേക്ക് കൊണ്ടുണ്ടാക്കിയ ഓരോ കാര്യങ്ങൾ, അങ്ങനെ പല ടൈപ്പ് ഓഫ് സാധനങ്ങളൊക്കെയാണ്. പിന്നെ പഴയ പാറ്റകൾ, പിന്നെ തേക്കിലും കാര്യങ്ങളിലൊക്കെ കാണുന്ന ഓരോ ഇൻസെക്ട്സുകൾ, അങ്ങനത്തെ ഓരോ ഐറ്റംസും നമുക്കിവിടെ കാണാൻ കഴിയും. പിന്നെ പണ്ടുള്ള വീട്ടിൽ കാണുന്ന പോലത്തെ റൂമുകൾ, അങ്ങനത്തെ ഒരുപാട് ടൈപ്പ് ഓഫ് സാധനങ്ങൾ, ഊനാല്, അങ്ങനത്തെ പഴയ വീട്ടിലുണ്ടായിരുന്ന ഓരോ ടൈപ്പ് മരം കൊണ്ടുണ്ടാക്കിയ ഓരോ ടൈപ്പ് സാധനങ്ങളും അവിടെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഇതാണ് ഒരു തേക്ക് കൊണ്ടുണ്ടാക്കിയ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക്. നമ്മൾ നേരെ എൻട്രൻസ് ആണ് ഇത് കാണുന്നത്, മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്കുള്ള. അങ്ങനെ നമ്മൾ നേരെ എവിടേക്കാണ് പോയത്? കുട്ടികളെ പാർക്കിലേക്ക്. ഇവിടെ തന്നെ പുറത്ത് കുട്ടികളെ പാർക്ക് അവൈലബിൾ ആണ്. അങ്ങനെ സെറാബിക്ക് നല്ല പൊലിവായിട്ടുണ്ട്. ഒരുപാട് ഫ്രണ്ട്സും അതേപോലെ എല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഓരോ സാധനത്തിലും സെറാബി കയറി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും അവൾ നല്ല ഹാപ്പി ആയിരുന്നു. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റും അതായിരുന്നു. നമ്മളെ ബേബിക്ക് ആദ്യം എല്ലാം കണ്ടൊന്ന് എക്സ്പീരിയൻസ്ഡ് ആവണം. ഓൾക്ക് കണ്ടിഷ്ടപ്പെട്ടാൽ മാത്രമേ പിന്നെ ഓളയിൽ കയറലുള്ളൂ. ഞങ്ങൾക്ക് കുറച്ച് ചിട്ടകളൊക്കെ ഉണ്ട് ഗൈസ്. സെറാബിക്ക് അങ്ങനെയൊന്നുമില്ല. സെറാബിക്ക് കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ചില്ലിങ് ആയിരുന്നു ഗൈസ്. എല്ലാ മെഷീനിലും കയറി മാഷാ അല്ലാ നല്ല ഹാപ്പിയിലായിരുന്നു ആൾ. എന്തായാലും ആൾ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ താത്ത കയറിയത് കണ്ടപ്പോൾ പിന്നെ ബേബിക്ക് സഹിച്ചില്ല. അങ്ങനെ ബേബിയും കയറി ഗൈസ്. അവൾ ആരെങ്കിലും പിടിക്കണമെന്നൊക്കെ ചോദിച്ചപ്പോൾ വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആദ്യം ഒരു ഷോക്കൊക്കെ ഉണ്ട്, എന്നാലും ആൾ നല്ല ഹാപ്പി ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ നല്ല സെറ്റായി ഗൈസ്. അങ്ങനെ നമ്മൾ പാർക്കിൽ കുറേ നേരം കളിച്ച് ക്ഷീണിച്ചു. അങ്ങനെ വേറെ എന്തെങ്കിലും സ്പോട്ട് ഉണ്ടാവും തപ്പി നിന്നപ്പോഴാണ് കനോലി പ്ലോട്ട് ഉണ്ടായത്. അപ്പോൾ അവിടുന്ന് പോരല്ലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീം കഴിച്ചു ഗൈസ്. ഐസ്ക്രീം കഴിച്ച് പോരാലോ എന്ന് വിചാരിച്ചപ്പോഴാണ് താത്തി അനിയത്തിയും ഭയങ്കര കുശലാന്വേഷണ വർത്താനങ്ങളായിരുന്നു ഗൈസ്. അങ്ങനെ അവരുടെ സംസാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്പോട്ട് തപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് കനോലി പ്ലോട്ട് എന്ന് പറഞ്ഞത്. അവിടെ ജങ്കാറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും വലിപ്പം കൂടിയ തേക്ക് അവിടെ അവൈലബിൾ ആണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് അതൊന്ന് കാണാൻ പോവാന്ന് വിചാരിച്ചു. അങ്ങനെ ഐശുത കല്ലൊക്കെ എറിഞ്ഞ് ആരൊക്കെ ആട്ടി വിട്ടണൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഫൈനലി എത്തി കനോലി പ്ലോട്ടിലേക്ക്. നമ്മൾ ജങ്കാറിലേക്ക് നടന്നു പോകുന്ന ഒരു സ്പോട്ടാണിത്. അവർക്ക് കുറച്ച് നടക്കാനുണ്ട്. അവിടെ ചെന്നപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരാൾ ഗൈസ് അതിൻ്റെ ബ്രദറായിരുന്നു. അവൻ നടന്നു ഒന്ന് ക്ഷീണിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ജങ്കാറിൻ്റെ അടുത്തേക്ക് എത്തി. അവിടുന്ന് നമ്മൾ ആ പുഴ കടന്നിട്ട് അപ്പുറത്താണ് ഒരുപാട് തേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അവിടെ ആദ്യം ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രളയത്തിലാണോ 2018 പ്രളയത്തിലാണോ തോന്നുന്നു ആ തൂക്കുപാലം പൊളിഞ്ഞ് വീഴുകയാണ് ചെയ്തത്. അങ്ങനെ അവർ അത് സെറ്റ് ചെയ്യുന്നവരെ മറ്റേ സ്പോട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ജങ്കാറാണ്. ജങ്കാറെന്ന് പറയാൻ പറ്റില്ല, ജങ്ക അത്രേ ഉള്ളൂ, ആർന്ന് പറയാനില്ല. എന്തായാലും ടൂറിസ്റ്റുകാർക്ക് നല്ല യൂസ്ഫുള്ളാണ്. കാരണം അക്കരെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കാണാൻ വലിപ്പം കൂടിയത്, വീതി കൂടിയത്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് തേക്കുകൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഏത് വർഷം ഉണ്ടായതാണെന്നും അതേപോലെ ആ വർഷത്തിൻ്റെ പ്രത്യേകതയും എല്ലാം കാര്യങ്ങളും ആ ഒരു തേക്കുമ്പോൾ തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ട്രെയിനറിൻ്റെ ആവശ്യമോ കാര്യങ്ങളൊന്നുമില്ല. സോ ഇതാണ് ഈ ഒരു കയറിൽ വലിച്ചിട്ടാണ് ജങ്കാർ അക്കരക്ക് എത്തിക്കുന്നത്. സോ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ഫോറസ്റ്റ് ഏരിയ അല്ലെങ്കിൽ ഒരു തേക്കിൻ്റെ മൊത്തം ഏരിയ എന്ന് പറയുന്ന ഒരു സംഭവം. സോ അവിടെ നമുക്ക് ഫോട്ടോസ് എടുക്കാനും അതുപോലെ തേക്ക് മാത്രമല്ല ഒരുപാട് ടൈപ്പ് ഓഫ് എന്തുണ്ടെന്ന് പറയുന്നത് മരങ്ങളുണ്ട്.
അത് തേക്ക് മാത്രമല്ല വേറെയും പലതരം സാധനങ്ങളുണ്ട്. ഞങ്ങളവിടെ എത്തിയൊക്കെ ഭയങ്കര ക്ഷീണിച്ചു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ സ്പോട്ടുകളൊക്കെ കണ്ട് തിരിച്ച് പോവാണ് ഗൈസ്. തിരിച്ചും നമ്മൾ ഈ ജങ്കാറിൽ തന്നെയാണ് റിട്ടേൺ പോകുന്നത്. സോ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഈ ഒരു സംഭവം കാണാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. ഈ ഒരു സ്പോട്ടിലെത്തിയപ്പോൾ എല്ലാവരും ഏകദേശം നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് വീട്ടിലേക്ക് പോവാ, നമ്മളെ ട്രെയിനിൻ്റെ സമയം ആയിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വേഗം പെട്ടെന്ന് അവിടെ ഇറങ്ങി ട്രെയിൻ കയറി ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അടുത്തൊരു വീഡിയോ വരെ ബായ്.